നമസ്കാരം. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കില്ല എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്നു. അജിത് കുമാറിനെതിരായ അന്വേഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. ഈ 1 മാസമാണ് അജിത് കുമാർ ഓഫീസിലേക്ക് വരില്ലെന്ന് സൂചന ഉള്ളത്. അതിനിടയിൽ ശനിയാഴ്ച മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിൽ അത്യന്തം പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ADGP MR അജിത് കുമാർ 4 ദിവസത്തെ അവധിയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇത് നേരത്തെ എടുക്കാൻ അപേക്ഷ നൽകിയിരുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് നീട്ടിയെടുക്കാനാണ് പുതിയ നീക്കം. എന്തായാലും അജിത് കുമാറിനെ മാറ്റണമെന്ന കാര്യത്തിൽ തർക്കം മൂക്കുമ്പോൾ ക്ലിഫ് ഹൗസിൽ അതിഗംഭീര കൂടിക്കാഴ്ചയാണ് നടന്നത്. അവധിയിൽ പോകുന്നത് സർക്കാരിനും സുരക്ഷിതമാണ്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറി നിൽക്കുന്നുവെന്ന പ്രതിച്ഛായ അജിത്തിനും ലഭിക്കും. വിവാദങ്ങൾക്കിടെ ശനിയാഴ്ച രാത്രിയാണ് DGP ദർവേസ് സാഹിബ് മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയത്. ADGP H വെങ്കടേശം എത്തിയിരുന്നു. MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ ആരോപണങ്ങളിൽ നടക്കുന്ന അന്വേഷണ പുരോഗതി DGP അറിയിച്ചതായിട്ടാണ് സൂചന. ADGPയെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. തൃശൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുളയെ സ്വകാര്യ വാഹനത്തിലെത്തി കൂടിക്കാഴ്ച നടത്തിയതും തൃശൂർ പൂരം കലക്കാൻ ശ്രമിച്ചതും മുഖ്യമന്ത്രിക്ക് വേണ്ടിയടക്കം രാഷ്ട്രീയ ഇടനിലക്കാരനായതുമൊന്നും അന്വേഷണത്തിന്റെ ഭാഗമാകില്ല. RSSന്റെ പോഷക സംഘടനയായ വിജ്ഞാൻ ഭാരതിയുടെ മലയാളിയായ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് 2023 മെയ് 22-ന് ADGP ഹോട്ടലിലെത്തി RSS നേതാവിനെ കണ്ടതെന്ന് തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അന്നേ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയതുകൊണ്ട് അജിത് കുമാറിന്റെ വാഹനത്തിന്റെ ലോഗ് ബുക്ക് പരിശോധിച്ചാൽ എവിടെയെല്ലാം പോയെന്ന് വ്യക്തമാകും. അതിനാൽ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാൻ ഭാരതി ഭാരവാഹി സ്വയം ഓടിച്ചു വന്ന കാറിലായിരുന്നു യാത്ര. ഇത് ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനവുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി ADGP MR അജിത് കുമാർ പൂരം കലക്കിയെന്ന ഇടത് MLA PV അൻവർ ആരോപിച്ചിരുന്നു. ഇതേക്കുറിച്ചും യാതൊരു അന്വേഷണവും ഉണ്ടാവില്ല. സ്വർണ്ണക്കടത്ത്, കൊലപാതകം, മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തൽ, സ്വർണം പൊട്ടിക്കൽ, കോടികളുടെ കൈക്കൂലി അടക്കം ഗുരുതര ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിച്ചത്. മേലുദ്യോഗസ്ഥനായ ADGPയുടെ മൊഴിയെടുത്ത് ഇതേക്കുറിച്ചെല്ലാം വിശദമായി അന്വേഷിക്കാൻ IG-യുടെ സംഘത്തിന് കഴിയാത്ത സ്ഥിതിയാണ്. അന്വേഷണ സംഘത്തിലെ മറ്റു 4 പേരും ADGP അജിത്തിന്റെ കീഴുദ്യോഗസ്ഥരാണ്. IG-യും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ G സ്പർജൻ കുമാറിനാണ് അന്വേഷണ നേതൃത്വം. അദ്ദേഹവും സംഘത്തിലുള്ള തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസും അജിത് കുമാറിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. അതിനിടെ അന്വേഷണ സംഘത്തിലെ IG സ്പർജൻ കുമാറും DIG തോംസൺ ജോസും നിത്യേനയുള്ള ക്രമസമാധാന കാര്യങ്ങൾ തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടെന്നും നേരിട്ട് DGPയെ അറിയിക്കാനും ADGP അജിത് കുമാർ നിർദ്ദേശിച്ചതും വിവാദമായിട്ടുണ്ട്. സർക്കാരോ DGPയോ തീരുമാനിക്കേണ്ട വിഷയത്തിലാണ് അജിത്തിന്റെ അനാവശ്യ ഇടപെടൽ. സ്വയം അവധിയെടുത്ത് മാറി നിൽക്കുകയാണ്. അതിനിടെ ADGP അടക്കമുള്ളവർക്കെതിരെ നടക്കുന്ന അന്വേഷണം അതീവ രഹസ്യമായി വേണമെന്ന് DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് അന്വേഷണ സംഘാംഗങ്ങൾക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണ സംഘാംഗങ്ങൾ ആരാണെന്ന വിവരം പോലും പുറത്തു പോകരുതെന്നായിരുന്നു DGPയുടെ നിർദ്ദേശം. അൻവറിന്റെ വിശദമൊഴി DIG എടുത്തിരുന്നു. ഇത് മുഖ്യമന്ത്രിയെ പോലീസ് മേധാവി ധരിപ്പിച്ചിട്ടുണ്ട്. ക്രമസമാധാന പാലനത്തിൽ നിന്നും അജിത് കുമാറിനെ മാറ്റിയാൽ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷന് ശ്രമിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിന്റെ സാധ്യതയും അജിത് കുമാർ തേടിയിട്ടുണ്ട്. RSS കൂടിക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ ഇടതുപക്ഷത്തെ നിലപാട് ശക്തമാണ്. മന്ത്രിസഭയിലും പ്രതിഷേധമുണ്ട്. CPIയും നിലപാട് കടുപ്പിക്കുകയാണ്. ഇതിനൊപ്പമാണ് അജിത് കുമാറിനെതിരായ അന്വേഷണം. ഇതിലെ കണ്ടെത്തൽ വരെ കാത്തിരിക്കാനാണ് ഇപ്പോൾ പിണറായിയുടെ തീരുമാനം. നന്ദി.